റോസമ്മ. ഞങ്ങൾക്ക് ചിറ്റാറെന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോന്നു. ചാച്ചനും അമ്മയും എൻ്റെ ഇളയത്തുങ്ങളും 5 പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ 6 മക്കളും അപ്പനും അമ്മയും കൂടെ. ഞങ്ങൾ വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ഞാൻ തീരെ പോക്കറ്റ കുടുംബമല്ലെന്നേ ഉണ്ടാകുന്നുള്ളൂ. ഞങ്ങൾ അവിടുന്ന് കാളവണ്ടിക്ക് കൂത്താട്ടുകുളം വരെ വന്നു. കൂത്താട്ടുകുളത്ത് വന്ന് കഴിഞ്ഞപ്പം പിന്നെ അവിടുന്ന് ബസ്സിന് കയറി ആലുവയിൽ ഇറങ്ങി. ആലുവയിൽ നിന്ന് തീവണ്ടി കയറി അവിടുന്ന് പോന്നു. അങ്ങനെയാണ് യാത്ര. തീവണ്ടി കയറി അന്നൊന്നും ഇവിടെ എത്തുകയല്ല. 3-ാം ദിവസം ഇവിടെ എത്തുള്ളൂ ഈ മലബാറിൽ. ഞങ്ങൾ തീവണ്ടി കയറി കണ്ണൂർ വന്ന് കടന്നു. അവിടെ നിന്ന് വളപട്ടണത്ത് വന്നു. അവിടുന്ന് കഴിഞ്ഞാൽ വളപട്ടണത്തിന് കയറി. വളപട്ടണത്ത് ഇറങ്ങി. അവിടുന്ന് ബോട്ട് കയറി ചെങ്ങളായിൽ ഇറങ്ങി. ബോട്ടായി കയറി ചെങ്ങളായിൽ ഇറങ്ങിയിട്ട് പിന്നെ ചെങ്ങളായിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നടപ്പാണ്. ഇങ്ങോട്ട് നടപ്പല്ലാതെ വേറെ ഒരു പണിയില്ല. എന്തെങ്കിലും ഉള്ള സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറുക്കിയെടുത്ത് കൂട്ടുകാരാണെന്ന് ചേട്ടന്മാർ വേറെ ഉണ്ടായിരുന്നു. അവരൊക്കെ എടുത്തും പൊറുക്കിയും പിള്ളേരെ എടുത്തും ഒക്കെ നടന്ന് ഞങ്ങൾ രാത്രി കുറേ രാത്രിയായി ഇവിടെ വരുമ്പം. ചെമ്പേരി വരുമ്പം അന്നേരം ഞങ്ങളുടെ പാപ്പനുണ്ടായിരുന്നു ചെമ്പേരിലേ. പാപ്പന് അന്നേരം അവിടെ ഞങ്ങൾ മേടിച്ച സ്ഥലത്ത് ഒരു 2-3 ആലയുണ്ടായിരുന്നു. ഈ മാവലന്മാർ കൃഷി ചെയ്ത സ്ഥലമായിരുന്നു. അതുകൊണ്ട് ഈ അവർ ഒരാല വെച്ച് അതിൻ്റെ ചുറ്റിട്ടൊന്ന് 2-3 ആലയും കാണും. നടുക്കൊരു വലിയ കളവും 2 കളവും കാണും. അങ്ങനെയുള്ള 2 ആലയുണ്ടായിരുന്നു. ആലയൊക്കെ കെട്ടി മേഞ്ഞിട്ടിട്ട് നമ്മൾ വരുമ്പോഴേ കിടക്കാൻ കണക്കാക്കി എല്ലാം ഇട്ടിട്ട് ചാച്ചും ഇവിടെ വന്ന് കണ്ടുപിടിക്കും നാട്ടിന് പോകുന്നതാണ്. തൊമ്മച്ചമ്പാപ്പനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ചാച്ചനങ്ങ് പോകുന്നു. ഞങ്ങൾ വരുമ്പം ഞങ്ങൾ കെട്ടി മേഞ്ഞിരുന്ന സ്ഥലത്ത് 2 ദിക്കിലായിട്ട് 4 ആല കെട്ടി മേഞ്ഞിട്ടിട്ട് പോകുന്നതാണ്. ചാച്ചനും പാപ്പന്മാരും കൂടെ വന്നപ്പോൾ എന്നാ ചെയ്തു, ഈ ഇവിടെ ഉണ്ടായിരുന്ന പാപ്പന്മാർ അവർ ഈ വലിയ പാപ്പൻ ആദ്യം നിർത്ത് അന്ന് വളപ്പിൽ ഈ ലോൺസ് പ്രതാവിൻ്റെ ചാച്ചൻ വലിയ പ്രതാപവാനായിട്ടൊന്ന് കഴിയുന്ന കാലം അവിടെ ചെമ്പിൽ ഒരു 2 നില കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ഒരു 2 നില കെട്ടിടമൊന്നും വയലും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതുപോലെ ആശുപത്രിയൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇച്ചിരി അപ്പുറം. ഇവരവിടെ പാപ്പൻ്റെ വീട്ടിൽ പോയി, തൊമ്മച്ചപ്പാപ്പൻ്റെ വീട്ടിൽ പോയി ഇവർ താമസിച്ചു. ഇവർ തൊമ്മച്ചപ്പാപ്പനെങ്കിൽ ഇപ്പോൾ വലിയ ഒരു ധർമ്മിഷ്ഠൻ്റെ ഒരു സമ്പ്രദായമുള്ള ഒരാളായിരുന്നു. വരുന്നവരെല്ലാം സൽക്കരിക്കുകയും അവർക്കെല്ലാം കടപ്പാടുണ്ടായി. അന്ന് എല്ലാവരും ഈ പറഞ്ഞ മലബാറിന് വരുന്നവരൊന്നും ഒരുത്തരും ഒന്നും കാണാതെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ വന്നവരെയൊക്കെ തൊമ്മച്ചപ്പാപ്പൻ എന്നാ ചെയ്തു, ഈ 2 വീട്ടിലായിട്ട് 2-3 കുടുംബക്കാരെ അങ്ങോട്ട് താമസമാക്കി. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല, കിടക്കാനും ഇല്ല, ഇരിക്കാനും ഇല്ല. എല്ലാം വേറെ മിറ്റത്ത് കളത്തിൽ പായിട്ടിട്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ടാണ് വന്നേ. അതുകൊണ്ട് ആ പായിട്ടിട്ട് കളത്തിൽ ഇരുന്ന് ഞങ്ങൾ നേരം വെളുപ്പിച്ചു. ഈ കൊന്തയിലില്ല, വേറെ വല്ല ആശ്രയമുണ്ടോ? മഴ മാസത്തിൽ ഒരിക്കലെങ്ങാനും അന്ന് ഈ പുളിക്കക്കാരുടെ പിക്നിക്ക് അത് വന്ന് അച്ഛൻ വന്ന് കുർബാന ചെല്ലും. അല്ലാതെ ഒന്നും പള്ളിയും അച്ഛന്മാരും ഒന്നുമില്ല. കളിപ്പുറമിൽ നിന്നൊരു അച്ഛൻ വരും മാസത്തിൽ ഒരിക്കൽ. അങ്ങനെ അവിടെ ഒന്ന് കുർബാന ചെല്ലും. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷെഡ് കെട്ടി, ഷെഡിൻ്റെ അകത്ത് കുർബാനയായി. പള്ളിയുടെ ഇപ്പം ജമീരി പള്ളിക്കൂടെ ഇരിക്കണം അവിടെ. അങ്ങനെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഒരു സ്ഥിരം ഒരച്ഛനായി. കൊടക്കത്തിലച്ഛൻ, കുര്യാക്കോസ് കൊടക്കത്തിലെന്ന് എന്ന് പറഞ്ഞാൽ അച്ഛനായിരുന്നു അവിടെ അച്ഛനായിട്ടിരുന്നു ഒരു വ്യത്യാസത്തിന്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് പിന്നെ സുറിയാനിയായിട്ട് വിരിഞ്ഞു. അന്നേരം വാരിയാട്ടച്ഛൻ വന്നപ്പോഴത്തേനും വാരിയാട്ടത്തിന് മുമ്പിൽ പിന്നെ കൊടുമാക്കലച്ചൻ ഉണ്ടായിരുന്നു. കൊടുമാക്കലച്ചൻ പോയി കഴിഞ്ഞപ്പോൾ വാരിയാട്ടച്ഛൻ വന്നു. പിന്നെ വാരിയാട്ടച്ഛൻ വന്നപ്പോൾ പിന്നെ നമ്മുടെ സുറിയാനിക്ക് വിധത്തിലുള്ള കുർബാനയും കാര്യങ്ങളൊക്കെ ആയി. മറ്റേ ലിറ്റീന്ദ്രത്തിലായിരുന്നു കുർബാനയും കാര്യങ്ങളും എല്ലാം. അങ്ങ് കോഴിക്കോട് നിന്ന് മെത്രാൻസം വരുമായിരുന്നു. ആൾബോസ് മാത്രമേ പത്രാവായിരുന്നു എന്നുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങ് പാറ വഴി നടന്നാണ് വരുന്നത്. ഇവിടെ അന്നേരം അങ്ങനെ വന്ന് ചെമ്പേരി വന്ന് എല്ലാവരെയും കാണുകയും നോക്കുകയൊക്കെ ചെയ്ത് എല്ലാവർക്കും വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് കൂതാശ കൊടുക്കാണ്ട് കൂതാശ കൊടുത്ത് അങ്ങനെയൊക്കെ ആ പിതാവ് അങ്ങനെ കഴിഞ്ഞു പോയി. മാതാവിൻ്റെ അനുഭവം എനിക്ക് ചെറുപ്പത്തിലുള്ളതാണ്. മാതാവിനെ എന്ത് കാര്യത്തിനും മാതാവിനെ പിടിക്കും. അതാണ് എൻ്റെ അമ്മ പറഞ്ഞു നിൽക്കുന്നത്. എങ്ങനെയാണ് മാതാവിനോട് പ്രാർത്ഥിച്ചു കൊടുക്കുക, നോയമ്പ് നോറ്റുകൊള്ളുക, മാതാവിൻ്റെ സ്തുതിക്കായിട്ട് നോയമ്പ് നോക്കുക, ശനിയാഴ്ച ദിവസം പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പിന്നെ
ഈ കൊന്ത ഒരു ദിവസം കൊന്ത മുടക്കുകയില്ല. എനിക്കൊരു 5 വയസ്സുള്ളപ്പോൾ എൻ്റെ ചാച്ചനൊരു കൊന്ത കൊണ്ടുവന്ന് തന്നാ അതിരമ്പഴ പെരുന്നാൾ കൂടാൻ പോയി അന്ന് മുതൽ ഇന്ന് വരെ കൊന്ത കൂടാതെ ഒറ്റ ദിവസവും ഞാൻ പ്രാർത്ഥനയില്ലിട്ട് ഒരു 5 വയസ്സേ ഉള്ളൂ അന്നേരം. ഞാൻ ഓർക്കുന്നുണ്ട് ആ കൊന്ത കൊണ്ടുവന്ന് തന്നതുമൊക്കെ വലിയ കാര്യമായിട്ട് ഞാൻ അന്ന് ഇറങ്ങി. അത് പിന്നെ കൊന്ത കൂടാതെ ഞാൻ ഒരു നേരവും പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് അന്ന് ഇറങ്ങി കൊന്ത ഉപയോഗിക്കുന്ന 5 വയസ്സുള്ളപ്പോൾ തുടങ്ങി. അങ്ങനെ മാതാവിൻ്റെ വലിയൊരു കരുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ വന്നിട്ട് ഇത്രയായത്. അന്ന് വന്ന കാര്യം പറഞ്ഞാൽ എൻ്റെ ഈശോയെ ഓർക്കാൻ പറ്റിയില്ല. അത്രയും ഭയങ്കര വലിയ കാടല്ലെന്നേ ഉള്ളൂ. ഈ കാട്ടിൽ വന്നപ്പോൾ എന്താ ഒന്നുമില്ല. എന്താ വഴി നീളം ഇവർ പോരുന്നവരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കൂവിക്കൊണ്ടാണ് പോരുന്നത്. ഒരാളുടെ കൂക്കം നിർത്തുമ്പോൾ അത്തിയാൾ പോവും. വഴി വലുതുകൊണ്ടേ മാറിപ്പോകണ്ടേ. എന്താ ഈ ഇഞ്ചപ്പടപ്പൊക്കെ പൊങ്ങി പൊക്കത്തി തോളയിലിരിക്കുന്ന കൊച്ചിനിട്ട് ഇഞ്ചപ്പടപ്പ് തട്ടും. അതുകൊണ്ട് അന്നേരം അവർ കൊച്ചിനെ താത്തി പിടിക്കും. അങ്ങനെയാണ് വഴിക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നിടത്ത് എല്ലാം മാതാവിൻ്റെ ഒറ്റ സഹായം മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ വേറെ ആരുടെ സഹായത്തിനുണ്ടായേ? എൻ്റെ അമ്മ പറയും ഒരു കൊന്തയെ ഇല്ലപ്പോൾ രണ്ടാമത് ഒരു കൊന്തയെ കൂടി ചെല്ലുന്നും പറഞ്ഞ് കൊന്ത ചെല്ലും. ഞങ്ങൾ അന്നൊക്കെ മുട്ട നിന്ന് തന്നെയായിരുന്നു കൊന്ത ചെല്ലുന്നത്. ഞങ്ങൾ പിള്ളേരൊക്കെ മുട്ട നിന്നുണ്ടായിരുന്നു. അറന്മാരും മുട്ട നിൽക്കുമായിരുന്നു. ഇപ്പം ഒറ്റ ആൾ മുട്ടയിലിരിപ്പുമില്ല, ഒന്നുമില്ല. എല്ലാവരും ഇപ്പം എവിടെയാണ് കസേരയിലാണെങ്കിൽ കസേരയിൽ, ഫോട്ടോയിലാണെങ്കിൽ സോഫയിൽ ഇവിടെയാണ്. അന്നൊക്കെ മുട്ട നിന്നുണ്ടായിരുന്നു പ്രാർത്ഥനയിരുന്നേ. പ്രാർത്ഥന ചെല്ലുമ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമുണ്ടെങ്കിൽ അന്നേരം എൻ്റെ അമ്മയും ചാച്ചനും ഒക്കെ വഴക്ക് പറയും. പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു ശ്രദ്ധയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. ഈ കൊന്ത 5 രഹസ്യം എന്ന് പറഞ്ഞാൽ 5 രഹസ്യം ചൊല്ലി പിന്നെ ലുത്തീനായി ചൊല്ലി പ്രതിഷ്ഠയായപ്പോൾ എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ പിള്ളേരായിട്ടുള്ളവർക്ക് ഓരോരുത്തരെ ഘട്ടം ഘട്ടമായിട്ടാണ് കിടക്കാനാണെങ്കിലും അനുവദിക്കുന്നത്. മാതാവിനുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേനും തീരെ കൊച്ചു പിള്ളേരെ വിടും. അത് കഴിയുമ്പോൾ അതിൻ്റെ മൂത്തേനെ വിടും. അങ്ങനെ വിട്ട് ഞങ്ങൾ കൂട്ടമായിട്ട് വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. എൻ്റെ പേര് BJ ജോൺ എന്നാണ്. ഞാനിവിടെ വന്നിട്ട് 30 വർഷങ്ങൾ പൂർത്തിയായി. വന്ന അന്ന് മുതൽ അമ്മച്ചിയുടെ കൂടെയാണ്. അമ്മച്ചിയുടെ മാതാവിലുള്ള ഭക്തി എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. സന്ധ്യാപ്രാർത്ഥനയിൽ ഒരു ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാൻ ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല. എത്ര ആരെങ്കിലും വന്നാലും സമയം പോയാലും സന്ധ്യാപ്രാർത്ഥന കൊന്ത ചെല്ലാതെ ഇരുന്നിട്ടില്ല ഇതുവരെ. പിന്നെ മക്കളെ എല്ലാവരെയും പള്ളിയിൽ വിടാനും വിശ്വാസത്തിൽ വളർത്താനും തീവ്രമായി പ്രയത്നിച്ചിട്ടുണ്ട്. എല്ലാ മക്കളും തന്നെ വളരെയധികം ദൈവവിശ്വാസമുള്ളവരാണ്. ഞായറാഴ്ച പള്ളികളിൽ മുടങ്ങാതെ സംബന്ധിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അതുപോലെ അമ്മച്ചിയുടെ മൂത്ത മോൻ അച്ഛനാണ്. അതുപോലെ അമ്മച്ചിയുടെ മോള് സിസ്റ്ററാണ്. എൻ്റെ മോളും MSMയിൽ സിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അമ്മച്ചിയുടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനും എന്നും പള്ളിയിൽ പോകാനും പ്രാർത്ഥനകൾ ചെല്ലാനും ഒക്കെ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. അത്ഭുതം തന്നെയല്ലേ. കൊടുങ്ങൂർ ആശുപത്രി ചാച്ചൻ എന്നെ കൊണ്ടുപോയി. മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ചാച്ചൻ പറയുന്ന ആശുപത്രിയെ കൊണ്ടുപോയി കാണിക്കാം. കൊണ്ടുവന്നു കൊടുങ്ങൂർ ആശുപത്രിയെ കൊണ്ടുപോയി. അന്നേരം അവർ പറഞ്ഞു ഇതേ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഈ മരുന്ന് കൊണ്ട് കൊടുത്ത് നോക്കാം. എന്നിട്ട് കുറഞ്ഞില്ലേ ഓപ്പറേഷൻ. എനിക്ക് ഓപ്പറേഷൻ കേട്ടപ്പോൾ എനിക്ക് പേടിയായി. ഞാനൊന്ന് ഒരു 11 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. എനിക്ക് അന്നത്തേയും പേടിയായി. ഞാൻ പറഞ്ഞു എൻ്റെ ആശ നമുക്ക് പൊക്കോളാം, ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞു ആളെ അത് പറഞ്ഞാൽ ഒക്കെയല്ല, അവർ പറയുന്നത് തന്നെ ഒന്ന് കേട്ടിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഗുളികയൊക്കെ തന്നു. ആണ് ഇത് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനി ഓപ്പറേഷൻ ചെയ്യാം, അല്ലാതെ ഇപ്പം വേറെ പണിയൊന്നുമില്ല. അന്ന് വലിയൊരു ആശുപത്രിയാണ് കൊടുങ്ങൂർ ആശുപത്രി. എന്നിട്ട് അങ്ങനെ അവിടുന്ന് പോകുന്നു. അത് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഇതൊക്കെ മാതാവ് നിരോധിച്ചാൽ അങ്ങ് മാറുകയില്ലാത്തതൊന്നുമില്ല, മാതാവ് മാറ്റി തരും. നമുക്ക് ഒരു 9 ശനിയാഴ്ച അടുപ്പിച്ച് എല്ലാവർക്കും നോയമ്പ് നോക്കാം, എന്നിട്ട് പ്രാർത്ഥിക്കാം, അന്നേരം പൊക്കോളും, ഇവിടെ വയർന്നതൊക്കെ അന്നേരം പൊക്കോളും, പൈപ്പ് അമ്മ വയർന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുക. അങ്ങനെയാണ് നോവ് പോയത്. അല്ലാതെ വേറെ മരുന്നൊന്നും മേടിച്ചില്ല. ഈ മാതാവിനോടുള്ള പ്രാർത്ഥനയും കൊണ്ട് മാത്രം മാതാവ് സഹായിച്ചതാണ്. പിന്നെ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ വളവട്ടം വന്ന് ബോട്ടിലിറങ്ങി. അന്ന് വണ്ടിയൊന്നുമില്ല. ശ്രീനാഥനൊന്നും ബസ്സില്ല, തളിപ്പറമ്പ് വരെ ബസ്സുള്ളൂ. അതുകൊണ്ട് പിന്നെ വളപട്ടണം വഴിക്ക് വന്നു. വളപട്ടണത്ത് വന്നിറങ്ങി.
ശ്രീകണ്ഠാരം വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നടക്കുമോ ഇത് ഇങ്ങോട്ട്. അവിടെ നിന്ന് നടന്നാണ് ചെമ്പയിലെത്തിയത്. ഇവിടെ വന്നപ്പോൾ എന്നാ ഈ കാടും മലയില്ലാതെ വല്ലതും ഉണ്ടോ. അതിനിടയ്ക്ക് ഒരു തരം മൂങ്ങാമൂളെന്ന് വെച്ച് കേട്ടോ. എന്നാ ഭയങ്കര ഒച്ചയില്ല മൂങ്ങാമൂളെന്ന്. അതുപോലെ കടുവായായിരിക്കും ഞങ്ങൾ ഓർത്തത്. ചാച്ചൻ പറഞ്ഞു കടുവ വന്നില്ല, നിങ്ങൾ പേടിക്കേണ്ട, മൂങ്ങായാകുന്നു. ആ അങ്ങനെയുള്ളത് തന്നെ ഒരു അടവും ചെറുവും ഒന്നും ഇല്ലാത്ത വീടല്ലേ, അങ്ങനെയുള്ളതല്ലേ താമസിക്കുന്നത്. അങ്ങനെ ആ കാട്ടുവീട്ടിലൊക്കെ അങ്ങനെ കുറേ 2 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേന് എങ്ങനെയെങ്കിലും മണ്ണ് ചവിട്ടിയോ എങ്ങനെയെങ്കിലും ഒരു കട്ടപ്പര ഉണ്ടാക്കി അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഈ കാട്ടുതീ വരും. കാട്ടുതീ വന്നാൽ അധിക പേരും വില കത്താത്തവരൊക്കെ ചെമ്പില്ലെന്ന് കുറവാണ്. ഞങ്ങളുടെ പേരയ്ക്കും തീ പിടിച്ചു. കാട്ടുതീ വന്നു. തീ വരുന്ന കണ്ടോണ്ട് യാചന പാറയിൽ നിന്ന് വന്ന തീയാണ്. യാചനത് താഴെ ഇറങ്ങി എല്ലാം തല്ലിക്കെടുത്തി എല്ലാ ഭാഗവും തീർത്തി. വഴിയെന്ന് വെച്ചാൽ ഇത്രയും വഴിയല്ലേ ഉള്ളൂ, ഒരു കീല് നടക്കുമ്പോഴുള്ള വഴിയുള്ളൂ. ആ വഴിയുടെ അടിവശം ഒരു കുറ്റിയെ കുറച്ച് തീ കിടപ്പുണ്ടായിരുന്നു. യാച്ചൻ പറഞ്ഞു ആ തീ ഇങ്ങപ്പുറത്ത് മാറി അങ്ങനെ കാറ്റെടുത്തിരുന്നോണ്ടെന്ന് എന്നോട് നോക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. യാച്ചൻ വേറെ ഇങ്ങോട്ട് മിൻവശത്തോട്ട് മാറി. കുറേ 2-3 വീട്ടുകാർ അവിടെയുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ചെല്ലട്ടെ, അവർക്ക് അങ്ങോട്ട് തീ എന്നാൽ പിന്നെ അവർക്കൊന്നും നോക്കാൻ ആളവിടെ വേറെ ഇല്ലല്ലോ, 2 പേര് തന്നെയല്ലോ ഉള്ളതെന്നും പറഞ്ഞിട്ട് രാത്രി ഞാൻ പോകുന്ന ഇത്തിരി കഴിഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു എന്മാളൊന്ന് പോയി നോക്കിക്കേ തീ എങ്ങാനും എടുത്തിട്ടോ. ഞാൻ ചെന്ന് നോക്കുമ്പം തീ ഒരു കുറേയുടെ വട്ടം തീ ഇപ്പുറം കാറ്റെടുത്തിട്ട് തീ കത്തി. ഞാൻ പറഞ്ഞു അമ്മേ ഇവിടെ തീ പിടിച്ച് കേട്ടോ എന്ന് വിളിച്ച് പറഞ്ഞു. അമ്മ വേഗം വന്നു. എന്നിട്ട് അമ്മ കുറച്ച് ചപ്പൊക്കെ വിട്ട് തല്ലാൻ നോക്കി അവിടെ. അതുകൊണ്ട് വരാൻ തീ പാളി ഞങ്ങളുടെ തലയിട്ട് കത്തി. അന്നത്തെ പുല്ലെങ്ങനെയാണ് ഒരാളും കൈപ്പുറമുള്ള കളയാറ്റില്ല. അതിന് തീ പിടിച്ചാൽ പിന്നെ വലുതും ചെയ്യാൻ പറ്റുമോ. അവിടുന്ന് അമ്മ പറഞ്ഞു നമ്മൾ എല്ലാവരും കെടുകയല്ല മഴയുന്നത്, എന്മാളി എന്ത് യാച്ചനോട് വരാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് യാച്ചനെ വിളിക്കാൻ പോയി നേരത്ത് ഒറ്റ കാറ്റിന് തീ വന്നിട്ട് എവിടെയാ 2 പേരെ ഉണ്ടാകുന്നു പറഞ്ഞ് ആ 2 പേരെ ഒരെണ്ണത്തിൻ്റെ പുറത്തോട്ട് തീ ഒന്ന് വീണ് കഴിഞ്ഞു. അമ്മ എന്നിട്ട് 2 പിള്ളേരുള്ളതിനെ എടുത്തുകൊണ്ട് പറമ്പിൽ പോയി ഒരു പുനച്ചൂട്ടിൽ അവിടെ വലിയ പുല്ലും വെള്ളയൊന്നും ഇല്ലാത്തത് അവിടെ പോയിരുന്നു. അതുകൊണ്ട് ആർക്കും മനുഷ്യർക്കൊന്നും പുറത്ത് പറ്റിയില്ല. അത് കഴിഞ്ഞ് മാതാവിൻ്റെ അനുഗ്രഹമല്ലേ. ഞങ്ങൾ ഒരു പുതിയ വിര വെച്ചായിരുന്നു യാച്ചൻ. പുതിയ വിര വെച്ചതിൻ്റെ അകത്തോട്ട് യാച്ചൻ പറഞ്ഞ് വിത്തും ഉണങ്ങിയ കപ്പയും അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, നനയാതിരിക്കട്ടെ, മഴ പെയ്താൽ മറ്റേ പെര കുറച്ച് മഴ പെയ്താൽ നനയും എന്നും പറഞ്ഞ് അത് രണ്ടും മാറ്റി വെച്ചു. അതുകൊണ്ട് അങ്ങനെ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അന്ന് ആ പെരയ്ക്ക് തീ പിടിച്ചില്ല. ബാക്കി പെരയ്ക്കൊക്കെ തീ പിടിച്ച് കത്തിപ്പോയെങ്കിൽ ഒരു കാറ്റ് പിടിച്ചാൽ മതി അതിൻ്റെ പെരയ്ക്ക് തീ പിടിക്കാൻ, പുല്ലല്ലേ എല്ലാം മേച്ചില്ലേ. അങ്ങനെ ആ പെരയ്ക്ക് അതുകൊണ്ട് കപ്പയും വിത്തും കേട് വരാതെ കിട്ടി. പിന്നെ കുറച്ച് നെല്ലുണ്ടായിരുന്നു കഞ്ഞി കുടിക്കാനൊക്കെ ഉള്ളത്, അതെല്ലാം തീ പിടിച്ച് കത്തിയൻ്റെ ഇഴമൊക്കെ കിട്ടി. എങ്ങനെയായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആൾക്കും കേടുപാടൊന്നും കൊള്ളാതെ ഒക്കെ കഴിഞ്ഞു. അങ്ങ് രോഗങ്ങൾ വന്നാൽ ചികിത്സയും ഡോക്ടറും അല്ല അധികം പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് സഹായിക്കും, അല്ലാതെ ആരോടാണ് പറയണ്ടേ. മാതാവിനോടുള്ള കൊന്തയെഴുത്തില്ല എന്ന് ബാക്കിയുള്ള പ്രാർത്ഥന അത് അധികം അങ്ങനെയായിരുന്നു. 1950 തന്നെ കല്യാണം കഴിച്ചു. 17 വയസ്സായി അന്നേരം. 16 കഴിഞ്ഞ് 17 തുടങ്ങി. അന്നേരം 17 വയസ്സായപ്പോൾ എന്നെ കെട്ടിച്ചു. അന്നേരം പിന്നെ വീട്ടിൽ പിന്നെ എൻ്റെ ഇളത്തുങ്ങളിൽ വിടുവോ, അവർ 5 കൊച്ചു പിള്ളേരുണ്ട് എന്നെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇരിക്കെ കണ്ട് എൻ്റെ അമ്മയും മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ ചാച്ചൻ തന്നെ. ചാച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മ കഷ്ടപ്പെട്ടത് കൂടുതൽ ചാച്ചൻ കഷ്ടപ്പെട്ടു. രോഗങ്ങൾ വരുമ്പോൾ അമ്മയ്ക്ക് പിന്നെ സസ്യനാഥനോട് പ്രാർത്ഥിക്കും. വസന്തയ്ക്ക് വന്നാൽ സസ്യനാഥനോടാണ് കൂടുതൽ പ്രാർത്ഥന. മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ സസ്യനാഥനോട് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മ പറയും മാതാവിൻ്റെ ഒറ്റ സഹായം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. മാതാവിനെ വിടാതെ മുറുക്കം പിടിച്ചോണം കേട്ടോ എന്ന് പറയും എല്ലാവരോടും. എന്തെങ്കിലും അപകടമോ അനർത്ഥമോ എല്ലാം വരുമ്പോൾ എല്ലാം ഞാൻ പ്രാർത്ഥിക്കുവാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് ആ കണ്ണീരൊപ്പും. ഇപ്പോൾ തന്നെ എത്ര തവണ ഞാൻ വീണപ്പോഴൊക്കെ എൻ്റെ മാതാവിൻ്റെ ഒരു സഹായം അല്ലെങ്കിൽ എൻ്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് ഞാൻ കിടന്നതിന് എത്ര തവണ വീണു. മിനിയൊന്നും വീണു. വീണാൽ കുത്താതെ കാലം നീട്ടി അങ്ങ് ഇരിക്കുന്നതല്ലേ എൻ്റെ വീഴ്ച. അങ്ങനെ എങ്ങനെ വീഴുന്നതെന്ന് എല്ലാവരും ചോദിക്കും. വീണ് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കും, ആരും വന്ന് നോക്കിയാലോ നേരം. തന്നെ ഏക്ക് പോലും ആരെങ്കിലും ടോമി വലിച്ചെടുത്ത് ഏൽപ്പിക്കണം എന്നെ ഞാൻ ഏക്കണമെങ്കിൽ. അത്രയും കഷ്ടപ്പാടാ. ഞാൻ തന്നെ മാതാവിനെ കുറിച്ച് കരയുമല്ലാതെ അന്നേരം എന്നാ പണി. ഞാൻ ടോമിയുടെ
മൂത്ത മകളാണ് മരീന. അവൾ 6 മാസം കഴിഞ്ഞ് 7 മാസമായപ്പോൾ ഉണ്ടായി. ഉണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞ് രക്ഷപ്പെടുകയെന്നും പറഞ്ഞ് ഡോക്ടർ വല്ലതും പറഞ്ഞു അവിടെ ഉപേക്ഷിച്ചിട്ടേക്കുമായിരുന്നു. അവിടുന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ ആശുപത്രിയിൽ പോയി, ഞാൻ മാത്രം ഇവിടെയുണ്ട്. അവിടെ ഞാൻ കുറച്ച് നേരമായപ്പോൾ ഞാൻ വിളിച്ചു. അന്നേരം അവർ പറഞ്ഞു, അമ്മച്ചി കൊച്ചുകൂടി ഉണ്ട്, കൊച്ചും ഒരല്പം ജീവൻ. ഞാൻ പറഞ്ഞു, ഇത്രയെങ്കിലും ജീവനുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് എത്രയും വേഗം കൊണ്ടുപോക്കൂ, എങ്ങനെയായാലും തമ്മിലും തരും അവളെ. മാതാവിനോട് ഞാൻ പറയുന്നുണ്ട് വേഗം കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. ഇവരവിടുന്ന് ആരോഗ്യമോ വേഗം അവിടുന്ന് കാറ് വിളിച്ച് കണ്ണൂർക്ക് കൊണ്ടുപോയി. ഞാൻ പിറ്റേ ദിവസം കാണാൻ ചെല്ലുമ്പോൾ ഒരു ചില്ലുകൂട്ടിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്, ഒരു കരിഞ്ചേമ്പുന്നുണ്ട് പോലെ കാർത്ത് കൈയും കാലും ഒക്കെ ഒരു ഈർക്കിൽ പോലെ വണ്ണത്തിൽ. അതവിടെ കിടന്നു ദേഹത്ത് മുഴുവൻ വയറിണക്കിയൊന്നുമല്ല, ഏതാണ്ട് എല്ലാം കരുക്കൾ ഇണക്കി വെച്ചിട്ടുമുണ്ട്. അവിടെ എനിക്ക് കണ്ടൊത്തിരി സങ്കടം വന്നു. അന്നേരം നേഴ്സ് വന്ന് ചോദിച്ചു, അമ്മച്ചി ഒന്നുകൂടെ പേടിക്കണ്ട, മകൾ മിടുക്കത്തിയാകട്ടോ, കണ്ടില്ല എല്ലാം ചവിട്ടിപ്പൊറിക്കുക കിടന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടുന്ന് 1 മാസം 1.5 മാസം ആ ചില്ലിൻ്റെ അകത്ത് അവിടെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയോട് പോയിരുന്ന അമ്മയെ ഇപ്പുറത്ത് ഒരു മുറിയിലവിടെ മുറിയെടുത്ത് അവിടെ കിടത്തി അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് മുല കൊടുക്കാൻ അവർ മുല കൊടുക്കാൻ പറ്റിയല്ലോ, പാല് കറന്നു കൊടുക്കും, അവരെങ്ങനെയെങ്കിലും വെച്ചിട്ട് നഴ്സുമാർ കൊടുക്കും. അങ്ങനെ കൊച്ചു ജീവിച്ചു. അവിടുന്ന് കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കൊച്ചു കിടക്കുന്ന മുറിയിൽ വേറെ ആരുടെയും ശ്വാസം ചെല്ലരുത്, കൊച്ചിനെ പിന്നെ അല്ലേ പുതിയ ബെട്ടയിലേ കിടത്താവുള്ളൂ, പുതിയ വീട്ടേ കിടത്താവുള്ളൂ, അങ്ങനെയെല്ലാം പറഞ്ഞു വിട്ടു. ഇത്രയും പറയപ്പെട്ട സൗകര്യമൊന്നും ഞങ്ങളുടെ വീടുകളിലില്ലല്ലോ. ഉള്ള സൗകര്യത്തിന് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, കൊച്ചിനെ ഞാൻ നോക്കിക്കോളും, നിങ്ങൾ ആരും വേറെ ആരും ഇങ്ങോട്ട് അടുക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ മാത്രം ആ കൊച്ചിനെ കാവലിരുന്നത്. വേറുള്ളവരെയൊക്കെ ഓടിച്ചു വിടും. ആര് വന്നാലും ഞാൻ പറയും ഇങ്ങോട്ട് വരണ്ട, അങ്ങ് മാറി നിന്നിട്ട് വല്ലതും വർത്താനിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ശ്വാസം കൊച്ചിനെ അടിച്ചാൽ ശരിയാകും. അങ്ങനെ ഇട്ടിരുന്ന അവളവിടുന്ന് എങ്ങനെയായാലും മരിച്ചു പോകുന്നു ഉദ്ദേശിച്ചു. എങ്ങനെയായാലും രക്ഷപ്പെട്ടു മാതാവ് രക്ഷപ്പെട്ടി തോന്നുന്നു, അത് പറഞ്ഞാൽ മതിയില്ല. അല്ലെങ്കിൽ അവിടുന്ന് പള്ളിക്കൂടത്തിൽ വിട്ടു, പഠിച്ചു. അന്നേരമൊക്കെ തീരെ ഇതായിരുന്നു. എന്നാലും ഒരു 4 ക്ലാസ് ആയപ്പോഴത്തേനും എടുത്തിട്ട് മനുഷ്യക്കോലമായി. അവിടുന്ന് അവൾ പഠിച്ച് 10ാം ക്ലാസ്സും പാസ്സായി. അന്നേരം ഒക്കെ മടത്തിൽ പോകണമെന്നൊരു വിചാരം. എന്നിട്ട് എപ്പോഴും പറയും, അന്നേരം ടോമി പറഞ്ഞു, നീ പഠിക്കുന്നത്തോളം പഠിച്ചു കഴിയുമ്പോൾ നീ ഇവിടെ ഏതായാലും പ്ലസ് ടുവിന് പോകും. പ്ലസ് ടുവിന് വിട്ടു. പ്ലസ് ടു പാസ്സായപ്പം അവൾക്ക് പിന്നെയും പോകണം എന്നുള്ളത് നിർബന്ധമായി. അന്നേരം അവൾ പറഞ്ഞു, ടോമി പറഞ്ഞു, നീ ഇപ്പോൾ പോകണ്ട, ഇച്ചിരി കഴിയട്ടെ, ഇച്ചിരി പ്രാപ്തിയൊക്കെ വരട്ടെ, നിനക്ക് പഠിക്കുന്നത്തോളം പഠിച്ചോ, അത് കഴിയുമ്പോൾ നിന്നെ ഞാൻ വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് തോന്നി. അവൾ അതൊന്നും സമ്മതിക്കില്ല. അവസാനം ചോദിച്ചു, ഞാനൊന്നും മരിച്ചു പോയെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്തേനെ എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം എന്നാ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയത്തില്ലേ, മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതെന്നാന്ന് നിനക്കറിയത്തില്ലേ. അതുപോലെ അതല്ല, എന്നെ വിടുന്നതിന് നിങ്ങൾക്ക് തന്നെ പിന്നെ വിഷമം. ഞാൻ പറഞ്ഞു എത്രയും വേഗം പിന്നെ ഇവിടെ പറഞ്ഞു വിട്ടേക്കാൻ ടോമി, അല്ലാതെ പറ്റിയല്ല എന്നും പറഞ്ഞു. പിന്നെ അവിടുന്ന് പിന്നെ ലോറൻസ് പിതാവ് ഇവിടെ വന്നപ്പോൾ മാവക്കോടത്തി കൂടെ പിതാവിൻ്റെ പെങ്ങന്മാരുടെ മക്കൾ 2 പെണ്ണുങ്ങളുണ്ടായിരുന്നു, സിസ്റ്റേഴ്സ്. അവർ ഈ MSO മഠത്തിലായിരുന്നു. അവിടുന്ന് അതിലൊരു സിസ്റ്റർ ജ്യോതി എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു കൂടുതൽ. അന്നേരം പിതാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ജ്യോതിയും കൂടി ഇവളെയും കൂടെ കൊണ്ടുപോകും എന്നും പറഞ്ഞാൽ അവളെ പറഞ്ഞേൽപ്പിച്ച കോടതിയിലാക്കി വിട്ടു. അങ്ങനെ വിട്ടതാണ്. ഇപ്പം 7 വർഷം കഴിഞ്ഞു. ഇപ്പം നിത്യപ്രതിജ്ഞയും കഴിഞ്ഞ് ഇപ്പം കൊളുത്തുവയിലുണ്ട്. മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് മാത്രം അതിനെ കിട്ടുകയെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഡോക്ടർ പോലും ഞാൻ പറഞ്ഞില്ലേ ഉണ്ടായിട്ട് കേട്ടോ, അന്നേരം ഒന്നും കൊണ്ടുപോയില്ല. 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടും കൊച്ചിൻ്റെ ജീവനുണ്ട്. കൊച്ചിന് ഞാൻ പറഞ്ഞു, കരികളിക്ക് ജീവൻ കൊടുക്കുന്ന ദൈവമല്ലേ, മാതാവിനോട് എഴുതാൻ മാതാവ് ഉപേക്ഷിക്കൊന്നുമില്ല, നിങ്ങളൊന്ന് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് പിന്നെ ഇവർ കൊണ്ടുപോയി. അങ്ങനെ രക്ഷപ്പെടുത്തി കിട്ടിയത് അതിനെ. ഞാൻ അമ്മച്ചിയുടെ 6ാമത്തെ മകനാണ്. ഇപ്പോൾ അമ്മച്ചിയോടൊപ്പം ഈ വീട്ടിൽ നിൽക്കുന്നു. അമ്മച്ചി ഈ കഴിഞ്ഞ 62 വർഷമായി അമ്മച്ചിയുടെ ഒപ്പം ജീവിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. അമ്മച്ചിക്ക് 8 മക്കളാണുള്ളത്, 6 ആണും 2 പെൺകുട്ടികളും. അതിൽ എല്ലാവരും ഇപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നു. ആദ്യകാലഘട്ടത്തിൽ അമ്മച്ചിയും ചാച്ചനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. പല പറമ്പുകളിലും പോയി വാരത്തിന് കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പശുക്കളെയും ആടുമാടുകളെയൊക്കെ വളർത്തി വളരെ ദൂരെ ദിക്കിൽ നിന്നും വെള്ളമൊക്കെ കോരി കൊണ്ടുവന്ന്, അതുപോലെ ദാരിദ്ര്യം പട്ടിണിയും എന്തെന്ന് അറിയാതെ ഞങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിയിട്ടുണ്ട്.
അതിന് ഞങ്ങളുടെ സഹോദരങ്ങളിൽ 6 ആൾക്കും സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ഒരു സഹോദരിയെ അത് സിസ്റ്ററായി ദൈവം ഉയർത്തി. അപ്പോൾ മാതാവിനോട് അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെയും അപ്പോൾ പ്രാർത്ഥനയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങളെയെല്ലാം പള്ളിയിലും മാതാവിൻ്റെ നൊവേനയിലും പങ്കെടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചിരുന്നു. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലെ ജപമാല മുടക്കാറില്ലായിരുന്നു. ജപമാലയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളെല്ലാവരും കുടുംബാംഗങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ചിരുന്നുള്ള ഭക്ഷണം. ചിലപ്പോൾ അത്താഴം ചോറായിരിക്കുമല്ല, ചിലപ്പോൾ കപ്പയായിരിക്കും. എന്തായാലും ഞങ്ങൾ ഒത്തൊരുമയോടെ സ്നേഹത്തോടു കൂടി അതെല്ലാം ഭക്ഷിച്ച് അങ്ങനെ കഴിഞ്ഞു പോന്നു. എൻ്റെ മകളും ഇപ്പോൾ ഒരു സിസ്റ്ററായിട്ട് MSMIയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മച്ചി ഈ ജപമാലയെ സംബന്ധിച്ചും മാതാവിനോടുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് എപ്പോഴും പറയുമായിരുന്നു. ചെറിയ മാതാവിനോടുള്ള ചെറിയ സുഖദൈവം ചെല്ലുന്ന സമയമൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ആദ്യ കാലഘട്ടത്തിലൊക്കെ പറമ്പിലൊക്കെ ചെറിയ കശുവണ്ടി പെറുക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ കുരുമുളക് പെറുക്കാൻ പോകുമ്പോൾ കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ വീണ എടുക്കാൻ പോകുമ്പോഴും എല്ലാം സുഖദൈവം ചെല്ലുന്ന കാര്യം പറയുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തത് ഇന്നും ഒത്തിരി നല്ല മധുരമുള്ള ഓർമ്മയായിട്ട് കരുതുന്നു. ഞങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇത്രയും പഠിപ്പിച്ച് ഇത്രയും ഉന്നത നിലയിലെല്ലാം ആക്കുന്നതിൽ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ആ ജപമാലയും മുറുകെ പിടിച്ചുകൊണ്ട് ഉള്ള പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചിരുന്നു. ഇന്നിപ്പോൾ എല്ലാവരും തന്നെ ഒരുവിധം നല്ല സന്തോഷമായി ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹം വഴിയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു.